അക്ഷയ് കുമാർ ഇന്ന് നമ്മളെങ്ങനെ പോകുന്നത്? കണ്ണൂർ. സമയത്രേ 7 മണി. എപ്പോൾ പോകുന്നു അവിടെ നിന്ന്? കൊച്ചിയിൽ 6:10. ഇപ്പം എവിടെ എത്തി? സ്ഥലം എവിടെയോ? കറുകുറ്റി. അത് ആരുടെ സ്ഥലം എന്നറിയോ? ആരെ? ലോനപ്പച്ച. നിതിൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. വണ്ടിയിലിരുന്ന് ഉറങ്ങും അല്ലേ? നിതിൻ ഉറക്കം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ വർക്കുകൾ എഡിറ്റ് ചെയ്യായിരുന്നു. വെജിറ്റേറിയൻ കാലത്ത് വെജിറ്റേറിയൻ ഹോട്ടൽ. നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത ബട്ടർ ദോശ ഒന്നും ഇല്ലട്ടോടെ. ഞാൻ ഇഡ്ഡലി നെയ്റോസ്റ്റ്. നീ തലവണ വന്നു കിടന്ന് കാണിക്കുമോ? ഒരു മിനിറ്റ് കഴിക്കില്ല കേട്ടാ. തലവണ എടുത്ത് തരാം ചേട്ടാ. ഒരു ഇതിന് വട എന്തെങ്കിലും കൊടുക്കുമോ ഇവനിവിടെ വെക്കാനായിട്ട്? ഒരു വട വേണമെന്ന് അവന്. ഒരു തലവണ കൊടുത്തവൻ ഇവിടെ കിടക്കാന്നൊക്കെ പറയണേ. അത്രയും സ്ഥലം ഉണ്ടെന്നൊക്കെ പുള്ളി കിടക്കടാ. തലവണ കൊണ്ടുവരൂടാ. അഷ്കറ മിസ് ചെയ്യുന്നുണ്ടോ അവിടെ നിനക്ക്? ഇനി നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ നീ കിടന്ന് ഉറങ്ങിക്കോ. പിന്നെ ഉച്ചയ്ക്ക് കോഴിക്കോട് എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കോളൂ. അപ്പോൾ വിളിക്കണം അല്ലേ? വിളിക്കണം. നമ്മളിന്ന് കോഴിക്കോട് ബിരിയാണി കഴിക്കും. നീ ആദ്യമായിട്ടാ കണ്ണൂർ പോണേ? ഓക്കെ, ഞാൻ കണ്ണൂർ പോയിട്ടുണ്ട്. കഥ ഞാൻ പിന്നെ പറയാം. ഇതിനെ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? നല്ല സുഖമുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ അക്ഷയ് കുമാറിന്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? ഞാൻ ഒന്നും അറിയുന്നില്ല, ഞാൻ നല്ല ഉറക്കത്തില്ല. ഓക്കെ, നമ്മള് ഹൽദി വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, വെഡിങ് വീഡിയോ കണ്ടു. അപ്പം അപർണയുടെയും ദീപികയുടെയും റിസപ്ഷൻ പരിപാടി നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊമെന്റ്സ് ബൈ എലിമെന്റ്സിന്റെ ടീമാണ് കവർ ചെയ്യുന്നത്. അപ്പം അക്ഷയുടെ കാൻഡിഡ് ഷോട്ടുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫോട്ടോസ് കൂടുതൽ. അക്ഷയ് അടിപൊളി കാൻഡിഡ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരാണ് റിസപ്ഷൻ. ദീപകന്റെ വീട് അവിടെയാണ്. നമ്മൾ കോഴിക്കോട് ഉച്ചയ്ക്ക് എത്തി. കോഴിക്കോട് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്ന്. കുറേ നാളായി കോഴിക്കോട് പോയിട്ട്. ആക്ച്വലി പല കാര്യങ്ങൾക്കും കോഴിക്കോട് പോകണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് കോഴിക്കോട് നമ്മൾ ഭക്ഷണം കഴിക്കും. ഞാൻ ആക്ച്വലി വ്ളോഗുകൾ ചെയ്യുമ്പോഴേ എപ്പോഴും ഭക്ഷണം അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ശരിയായിരിക്കാം, എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ഭക്ഷണത്തിനോട് ഇഷ്ടമാണ്, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, വെറൈറ്റി ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്കൊക്കെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ല നിതിനെ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇതിന് ഇഷ്ടമുള്ള കാര്യമാണ് ഈ കാണിക്കണേ, ഈ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നല്ല മെലഡീസ് കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാക്ക് വെക്കണേ കേട്ടോ. ഇപ്പൊ പ്ലേ ചെയ്തോണ്ടിരിക്കുന്ന MG ശ്രീകുമാർ മെലഡീസ് സാധനങ്ങളില്ലേ, അത് വെച്ചോണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, ബൈ. ഈ വഴിയൊക്കെ എന്നാ പണി തീർന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ വഴിയൊക്കെ പണി തീർന്നാണ്ടല്ലോ പൊളിയായിരിക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചെറിയ റോഡ് കുറേ നേരമായിട്ട് നമ്മൾ കൊയിലാണ്ടി ആ ഒരു ഏരിയ വഴിയൊന്ന് പണി തീർന്നിട്ട് വേണം ഈ വഴി ഒന്ന് പഠിക്കാൻ അല്ലേ അക്ഷയ് കുമാർ? കണ്ടോടാ, സമയം 12:32 കണ്ടോ? കൊയിലാണ്ടിയിൽ നിന്നും അക്ഷയ് കുമാർ ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ബീഫ് ബിരിയാണി, ഇത് ലഗൂൺ ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി, പിന്നെ സാറ് കോഴിക്കോട് വന്നിട്ട് മന്തി. ഈ കടയുടെ പേരിലെ ബിരിയാണി പീടിക അല്ലേ? ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാട്ടാ ചേച്ചി. ഇതിനെ നമുക്കൊരു ട്രിപ്പ് പോകണ്ടേ? ഇനി ഇതൊരു ട്രിപ്പാണല്ലേ? മാഹി എത്താറായി. മാഹിയിൽ നല്ല, എനിക്ക് മദ്യം വാങ്ങാനും വലിയ താല്പര്യമില്ല മാഹിയിലെ, പക്ഷെ മദ്യം വലിയ സുഖമൊന്നുമില്ലാത്ത മദ്യം. പക്ഷെ അവിടുത്തെ കുപ്പികൾ വെറൈറ്റി കുപ്പികളുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അറിയോ സാറിനറിയോ? ഈ സാറിന് കഴിഞ്ഞ ദിവസം ബീർ പാർലർ എന്താന്നൊക്കെ ചോദിച്ചത്. ഓൾ ഇന്ത്യ ട്രിപ്പ് മിസ് ചെയ്യുന്നു. ഇങ്ങനത്തെ റോഡുകളാ മോനെ ഞങ്ങൾ പോയത്. എൻ്റെ മോനെ, അവൻ കേരളം വിട്ടിട്ടില്ല, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മക്കളെ, നമ്മൾ കണ്ണൂരെത്തി, റൂമിൽ കയറി ഫ്രഷായി. ഇപ്പോൾ സമയം ഏകദേശം 6:30 സന്ധ്യയായി. അപ്പോൾ ഫംഗ്ഷൻ അവിടെ തുടങ്ങി. അതിന് മുമ്പ് ഞാൻ നിതിനെയും നമ്മുടെ അക്ഷയനെയൊക്കെ അപർണയുടെയൊക്കെ ഒരു സിംഗിൾ കപ്പിളൊക്കെ എടുക്കാനായിട്ട് അവരെ കൊണ്ടാക്കി. ഇനി നമുക്ക് നേരെ ഇവന്റ് നടക്കുന്നിടത്തേക്ക് പോവാം. ഒരു ബീച്ച് സൈഡാണ്.
അപ്പം അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അവിടെ പോകും. ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ഇത് ജിതിൻ്റെ ക്ലാസ്സാണ്. ഇത് ഞാനവിടെ കണ്ടപ്പെടുത്തുകൊണ്ടുവന്നതാണ്. നൈറ്റ് വിഷന കൊള്ളാം. യാഥാർത്ഥ്യമോ ഇത് സ്വപ്നമോ ഇത് മായയോ. മുംബൈയിൽ നിന്ന് ഇറക്കിയ മോഡലാണോ? വയ്യാണ്ടായി അപ്പൊ നമ്മുടെ കണ്ണൂരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മള് നെക്സ്റ്റ് ഡേ ഇന്നലെ വന്ന് എപ്പോഴാണ് 11 മണിക്ക് ആയില്ലേ? 11:30 എനിക്ക് കോൾഡ് പിടിച്ചു, തൊണ്ടവേദന പിടിച്ചു, സീന. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്നും ഇന്ന് തിരിക്കുകയാണ്. നമ്മുടെ അക്ഷയ് കുമാർ വണ്ടി ഓടിക്കുന്നത്. നിതിൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 300 കിലോമീറ്ററോളം ഉണ്ട്. 150 കിലോമീറ്റർ ഇവൻ വണ്ടി ഓടിക്കാം എന്നാ പറഞ്ഞത്. ബാക്കി 150 ഞാൻ ഓടിക്കാന്ന് പറഞ്ഞത്. ഇന്ന് നേരെ നമ്മൾ എങ്ങനെ പോകുന്നത്? ഇതിനെ ഹയാത്തിലേക്കാണ്. ഗ്രാൻഡ് ഹയാത്ത്. കണ്ണൂരിൽ നിന്ന് തിരിച്ചു വന്ന വഴി മാഹി കയറിയേക്കാണ്. ഡീസൽ അടിക്കാൻ ഫുൾ ടൈം. ഇവിടെ 81 രൂപയുള്ളൂ ലിറ്ററിന്. നമ്മുടെ നാട്ടിൽ 94. അപ്പോൾ 4, 9, 13 രൂപ വ്യത്യാസമുണ്ട് ലിറ്ററിന്. ഒരു ഫുൾ ടാങ്ക് അടിക്കാന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ മാഹി വഴി പോകുന്നതല്ലേ, ഇവനെ ഇവിടുത്തെ മദ്യക്കടകൾ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ടാറ്റ ഉണ്ടാ. അവൻ പോണത് എങ്ങനെയാണെന്ന് അറിയാമോ? കാണുന്ന പമ്പിൽ മുഴുവൻ കയറി മൂത്രമൊഴിക്കാൻ പോണതാ. 6ാമത്തെ തവണയാണ് ഇന്നത്തെ ഒരു ദിവസം അവൻ ടോയ്ലറ്റിൽ പോണേ. ബാക്കി കിടന്ന് ഉറങ്ങുന്നു. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തുമ്പോൾ എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് മുള്ളണം. 6ാമത്തെ തവണ. ഇപ്പൊ ഒരു പോലീസ് ചെക്കിങ് കിട്ടി ഞങ്ങക്ക്. അപ്പം സാറ് പറഞ്ഞു മുഖമൊക്കെ നല്ല ക്ഷീണിച്ചിരിക്കുന്നു, മാറി വണ്ടി ഓടിക്കുന്നു. 200 കിലോമീറ്റർ ഓടിച്ച മഹാന്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചിരിപ്പെട്ടത്. ഞാനിപ്പോൾ കയറിയുള്ളൂ. ഞാൻ കയറിയിട്ട് എനിക്ക് തോന്നുന്നു 40 കിലോമീറ്റർ ഒക്കെ ആയിട്ടുള്ളൂ. ഇന്ന് കൊച്ചിയിലെത്തിയിട്ട് നമുക്ക് റീൽ എഡിറ്റ് ചെയ്യണം. ഫോട്ടോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തു. റീൽ എഡിറ്റ് ചെയ്യണം, എന്നത് തീർക്കണം. മറ്റു സാധനം ചെക്കൻ മാഹി വഴി വന്നിരുന്നു. 2 അടിച്ചിട്ടുണ്ട്.